പാകിസ്ഥാൻ വീണ്ടും പിളരുന്നു. ബലൂചിസ്ഥാൻ എന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരിക്കും യാഥാർത്ഥ്യം എന്താണ്? പാകിസ്ഥാൻ വീണ്ടും ഒരു വിഭജനത്തിൻ്റെ വക്കിലാണ് എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ബലൂചിസ്ഥാൻ ഇനിയൊരു സ്വതന്ത്ര രാജ്യമായി മാറുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബലൂജുകൾ രംഗത്ത് വരികയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നതും ഈ ചോദ്യമാണ്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. ഇതുതന്നെയാണ് ഈ പുതിയ വിവാദത്തിന് തുടക്കമിട്ടത്. പ്രഖ്യാപനത്തിൽ ബലൂചിസ്ഥാന്റെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഓഗസ്റ്റ് 11 ഔദ്യോഗിക സ്വാതന്ത്ര്യമായി തങ്ങൾ ആചരിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് അവർ നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള ബലൂച്ച് ജനത ദേശീയ പതാക ഉയർത്തി ഈ ദിനം ആഘോഷിക്കണമെന്നാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 11 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തീയതി തിരഞ്ഞെടുത്തതെന്നും പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. കശ്മീർ പ്രശ്നം മുതൽ കിഴക്കൻ പാകിസ്ഥാൻ യുദ്ധം, അഫ്ഗാൻ യുദ്ധം, ചഗായ് ആണവ പരീക്ഷണം വരെ നിരവധി ചരിത്ര സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാന്റെ നയങ്ങളാണ് മേഖലയിൽ അസ്ഥിരതയ്ക്ക് കാരണമായതെന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രഖ്യാപനവും 85% പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അവകാശവാദവും ഇതുവരെയും ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര മാധ്യമമോ ഔദ്യോഗിക ഏജൻസിയോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയുമായി ബന്ധപ്പെട്ടുള്ളവർ ഇതേക്കുറിച്ചുള്ള സൂചനകൾ പങ്കുവെക്കുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാരും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രതികരണം ഈ അവസരം വരെയും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വിവരങ്ങളിൽ വലിയൊരു ഭാഗവും അവകാശവാദങ്ങളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. എന്നിരുന്നാൽ പോലും ബലൂചിസ്ഥാൻ എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണെന്ന അടുത്ത ചോദ്യം വളരെ പ്രസക്തമാണ്. പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ പ്രവിശ്യയായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളുടെ കലവറ കൂടിയാണ്. ചെമ്പ്, സ്വർണം, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയുടെ വലിയ ശേഖരവും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഹൃദയഭാഗമായിട്ടുള്ള ഗദ്വാർ തുറമുഖവും ഒക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും ദക്ഷിണേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തെ നേരിട്ട് സ്വാധീനിക്കും. പതിറ്റാണ്ടുകളായി ബലൂച്ച് വിഘടനവാദികളും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം ശക്തമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും വീണ്ടും ശ്രദ്ധ നേടുന്നത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമെന്ന പ്രഖ്യാപനം ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ച യാഥാർത്ഥ്യമല്ല. എന്നാൽ പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രതിസന്ധി വീണ്ടും ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൻ്റെയും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും പ്രതികരണങ്ങൾ തന്നെ ആയിരിക്കും ഈ വിഷയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.